കോഴിക്കോട് മലാപ്പറമ്പ് സെക്സ് റാക്കറ്റ് കേസിൽ 2 പോലീസുകാരെ പ്രതി ചേർത്ത് അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചു. ധനസമ്പാദനം ലക്ഷ്യമിട്ട് ലൈംഗിക വേഴ്ച നടത്തിയെന്ന് കുറ്റപത്രത്തിൽ കണ്ടെത്തലുണ്ട്. കഴിഞ്ഞ ജൂൺ 6-നാണ് മലാപ്പറമ്പിലെ ഫ്ളാറ്റിൽ നിന്ന് സെക്സ് റാക്കറ്റിൽപ്പെട്ടവരെ പോലീസ് പിടികൂടിയത്. ഇംതിയാസ് കരീം ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഇംതിയാസ്, പോലീസുകാർ കൂടി പ്രതി ചേർക്കപ്പെട്ട കേസാണ്. വലിയ തോതിൽ ചർച്ചയായ സംഭവമാണ്. ഇപ്പോൾ കുറ്റപത്രത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇംതിയാസ്? ഉമ്മൈബാൻ, തീർച്ചയായിട്ടും മലാപ്പറമ്പ് സെക്സ് റാക്കറ്റ് കേസിലെ 11-12 പ്രതികളാണ് ഈ പോലീസുകാർ. പോലീസിലെ ഡ്രൈവർമാരാണ് 2 പേരും. ഒരാളുടെ പേര് ഷൈജിത്ത് എന്നും കെ സനീഷ് എന്നും പേരുള്ള 2 പേരാണ് ഇതിലെ 11-12 പ്രതികൾ എന്ന് പറയുന്നത്. നമുക്കറിയാം, നേരത്തെ 2002-ൽ ഉണ്ടായ ഒരു പെൺവാണിഭ കേസുമായി ബന്ധപ്പെട്ട് വയനാട് സ്വദേശിയായിട്ടുള്ള ബിന്ദുവിനെ അറസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ ഈ പോലീസ് സ്റ്റേഷനിൽ അറസ്റ്റ് ചെയ്തിരുന്നു മെഡിക്കൽ കോളേജ് പോലീസ്. ആ സമയത്താണ് ഈ ബിന്ദുവുമായിട്ട് 2 പോലീസുകാരും ബന്ധം സ്ഥാപിക്കുന്നതും പരിചയത്തിലാവുകയും ചെയ്തത്. പിന്നീട് ഈ മലാപ്പറമ്പ് കേന്ദ്രീകരിച്ച് ക്വാർട്ടേഴ്സ് എടുത്ത് വാടക മുറിയെടുത്ത് അവിടേക്ക് ഇടപാടുകാരെ അടക്കം എത്തിക്കുന്നതിൽ, പെൺവാണിഭത്തിന് വേണ്ടി ഇടപാടുകാരെ അടക്കം എത്തിക്കുന്നതിൽ ഈ പോലീസുകാർ ഇവരെ സഹായിച്ചു, പെൺവാണിഭ സംഘത്തെ സഹായിച്ചു എന്നുള്ളതാണ് കേസ്. നേരത്തെ തന്നെ പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട സൂചനകൾ ഉണ്ടായിരുന്നു. അന്വേഷണ സംഘം കൂടുതൽ അന്വേഷണം നടത്തുകയും ഇവരുടെ ഈ ബിന്ദുവിന്റെ മൊബൈൽ ഫോൺ അടക്കം പരിശോധിച്ചതിലാണ് ഈ പോലീസുകാരടക്കം പ്രതികളാണെന്ന് കണ്ടെത്തുകയും ചെയ്തത്. എന്നാൽ ഇതിലിപ്പോൾ കുറ്റപത്രം തയ്യാറാക്കിയിട്ടുണ്ട്. പ്രതികൾക്കിതിൽ ഈ സെക്സ് റാക്കറ്റുമായിട്ട് നേരിട്ട് ബന്ധമുണ്ട് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. 41 പേജുള്ള കുറ്റപത്രമാണ് സമർപ്പിച്ചിരിക്കുന്നത്. നേരത്തെ ഇവരെ ജോലിയിൽ നിന്ന് സ്ഥലം മാറ്റലടക്കമുള്ള നടപടികൾ നേരത്തെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഇതിൽ 1-ാം പ്രതിയായിട്ടുള്ള ബിന്ദു ഉൾപ്പെടെ 12 പ്രതികളാണ് ഈ കേസിൽ ഉള്ളത്. അടുത്ത ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ ഉണ്ടാവുകയും ചെയ്യും. ഉമേദാൻ. ഓക്കെ ഇംതിയാസ്, മലാപ്പറമ്പ് സെക്സ് റാക്കറ്റ് കേസിൽ പോലീസുകാർ ഉൾപ്പെടെ പ്രതികളായ കേസിൽ ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ് പോലീസ്. അതിന്റെ വിശദമായിട്ടുള്ള വിവരങ്ങളാണ്